മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് സീസൺ വരവായി. ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന സാഹചര്യങ്ങളാണ്. നമുക്കറിയാം, കരോൾ സിംഗിങ്, കരോൾ സർവീസസ്, അതുപോലെ എല്ലായിടവും ഒരു ആഘോഷമയം ആണ് ക്രിസ്മസ്. എല്ലാ കമ്മ്യൂണിറ്റീസും ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്ന സമയമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളും ആണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ക്രിസ്മസ് വരെയുള്ള ദിവസങ്ങളിൽ ഈ അടുത്ത 4 എപ്പിസോഡോളം ക്രിസ്മസ് മെസ്സേജസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാഗത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ 3-4 ദിവസത്തേക്ക് നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. യേശുവിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റിന്, യേശു വരുന്നു, അവൻ്റെ വഴി നിരപ്പാക്കുവീൻ എന്നൊരു അനൗൺസ്മെൻറ്റിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ ജനിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. BC 400 തൊട്ട് AD ഈ പറയുന്ന 1-4 വരെയുള്ള പീരീഡിൽ പ്രത്യേകിച്ചും ഈ പ്രവാചകന്മാർ ഇല്ലായിരുന്നു. നോ പ്രൊഫറ്റ്സ്. അതുപോലെ ദൈവവചനം ഇല്ല. ആളുകളൊക്കെ അവരുടെ മനസാക്ഷി അനുസരിച്ച് തോന്നിയ പോലൊക്കെ ജീവിച്ചു. ദൈവം മിണ്ടാതിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സൈലൻസ് ആയിരുന്നു. എന്നാൽ ജ്യൂസ് ആ സമയത്ത്, യഹൂദന്മാരുണ്ടായിരുന്നു. അവിടെ യെരുശലേം ടെമ്പിൾ ഉണ്ടായിരുന്നു. സാക്രിഫൈസസ് യെരുശലേം ദേവാലയത്തിൽ നടന്നിരുന്നു. ഫാരസീസ്, റബ്ബീസ് അവരെല്ലാം ലീഗലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയും ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്ന രീതിയിൽ ആ വാക്കുകൾ അത് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്തു എന്ന് കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് സക്കറിയാവിനോട് അനൗൺസ് ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ അത് കാണാനായിട്ട് പറ്റും. യഹൂദ്യ രാജാവായ ഹേരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്ന പേരിലൊരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭയപരവശനായി. ദൂതൻ അവരോട് സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. അന്ന ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. ഇത് ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. സക്കറിയാവിനൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. യേശുവിന് മുമ്പേ വഴിയൊരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ ദൈവം അയക്കുന്നു. ആ സമയത്ത് പുരോഹിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു. കാരണം ഈ ലേവിയ ഗോത്രത്തിനാണല്ലോ പൗരോഹിത്യം കൊടുത്തിരുന്നത്. ഇതിൽ പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അവരെ ഞറുക്കിട്ട് എടുത്തിട്ടാണ് ഓരോ പ്രാവശ്യവും അവരെ ധൂപം കാട്ടാനും അതുപോലെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാനും പോകുന്നത്. ഇവിടെ അബിയാവിൻ്റെ കൂറിൽ 24 കൂറുകളുണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ നമുക്ക് കാണാം. 24 കൂറുകളിൽ 8ാമത്തെ ഡിവിഷനായിരുന്നു അബിയാവിൻ്റെ കൂറ്. അവിടെയായിരുന്നു സക്കറിയാവ് ഉണ്ടായിരുന്നത്. അങ്ങനെ സക്കറിയാവിൻ്റെ ടേൺ വന്നപ്പോൾ സക്കറിയാവ് ഇതുപോലെ ആലയത്തിലേക്ക് പോയി. അവൻ്റെ ഭാര്യ എലിസബത്ത് അഹരോൻ്റെ പ്രീസ്റ്റ്ലി ലൈനിൽ നിന്നുള്ള ഭാര്യയായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരും കുറ്റമില്ലാത്തവരും ആയിരുന്നു.
അവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതാണ്. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ വലിയൊരു പ്രയാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എലിസബത്ത് മച്ചിയായിരുന്നു, രണ്ടുപേരും പ്രായം ചെന്നിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ ദൈവസന്നിധിയിൽ ജീവിക്കുകയും നീതിയോട് ജീവിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ആഗ്രഹങ്ങൾ യഥാവിധം നടക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തെ അറിയുകയും ദൈവത്തെ വിളിക്കുകയും ദൈവത്തിൻ്റെ വഴികളിലൊക്കെ ജീവിക്കുകയും ചെയ്യുമ്പോൾ എനിക്കെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഇനി വന്നു ചേരും എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. എന്നാൽ ഇവിടെ സക്കരിയാവിനും എലിസബത്തിനും ആ സമയത്ത് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് താഴോട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എലിസബത്ത് ആ നാളുകളിൽ ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു എന്ന് പറയുന്നു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന അതെന്ന് വെച്ചാൽ ബാരൻലെസ് ആണ്. ബാരൻനെസ്, മച്ചിയാണ്, പ്രസവിച്ചിട്ടില്ല. പഴയ നിയമകാലത്ത് പ്രത്യേകിച്ചും ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരീഡിലെ പുത്ര സൗഭാഗ്യം ഒരു ഫാമിലിയിലെ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നും അത് ഇല്ലെങ്കിൽ അത് വന്നില്ലെങ്കിൽ ശാപമാണ് എന്നും പഠിപ്പിച്ചിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എവിടെ ഭവനത്തിലെ കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ അതൊരു ശാപമായി കണ്ടിട്ട് അവരുടെ ഇടയിൽ ഒരു നിന്ന, അവളെ ആളുകൾ കളിയാക്കുന്നുണ്ടായിരുന്നു, അവൾ മച്ചിയാണ് എന്നും ഒക്കെ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് പല കാര്യങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ട്. ഇവർ ഇത്രയും നാൾ പ്രായത്തിൽ ഇവർ ഗർഭം ധരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകനെ അവരുടെ ജീവിതത്തിൽ കൂടി കൊണ്ടുവരുവാൻ വേണ്ടി ആയിരുന്നിരിക്കാം അങ്ങനെ ദൈവം അതുവരെയും കീപ്പ് ചെയ്തു. നീതിമാനെ തക്ക സമയത്ത് ഓർക്കുകയും അവനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീതിയോടുകൂടി ദൈവസന്നിധിയിൽ നിന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നെഗറ്റീവായിട്ടൊരു ചിന്ത നമുക്കുണ്ടാവേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നീതിയോട് ജീവിക്കുന്നവർക്ക് താൽക്കാലികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നാലും അൾട്ടിമേറ്റ്ലി ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് ബൈബിളിലെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. യോസഫിനെ കുറിച്ച് സ്വപ്നക്കാരൻ എന്നൊക്കെയാണ് പറയുന്നത്. അവൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടിട്ട് അവൻ രാജാവാകുമെന്നും ഒക്കെയുള്ള അനൗൺസ്മെൻറ്റ്സ് അപ്പനോടും ഒക്കെ നടത്തുന്നു. അപ്പോഴത്തേക്ക് അത് മാത്രമല്ല, അപ്പനവന് യാക്കോബിൻ്റെ ഏറ്റവും ഇളയ പയ്യനായതുകൊണ്ട് അവനായതുകൊണ്ട് അവന് യാക്കോബിനോട് വലിയ ഇഷ്ടവും അതുപോലെ യാക്കോബിൻ്റെ ഒരു സ്പെഷ്യൽ കെയറും പ്രൊട്ടക്ഷനും ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വപ്നക്കാരൻ എന്നുള്ള രീതിയിൽ മറ്റുള്ള സഹോദരങ്ങളൊക്കെ ആട്ടിനെ മേയ്ക്കാനൊക്കെ പോകുമ്പോഴേ അവൻ അപ്പൻ്റെ അരികെ തന്നെ നിൽക്കുകയായിരുന്നു. ഒരിക്കൽ അവനെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായി വിട്ടു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം അറിയാം, ഉൽപ്പത്തി പുസ്തകം 37 പറയുന്നത് അവനെ പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടു. അവിടെ നിന്നിട്ട് അവനെ കൊല്ലാതെ അവനെ അവിടെ നിന്ന് കയറ്റി ഇസ്മായിലിയർക്ക് വിറ്റു. അവസാനം പോത്തിഫറിൻ്റെ അടിമയായി അവൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഒക്കെ നമ്മൾക്ക് അറിയാം. 39 അധ്യായത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവനെ 17 വയസ്സിലൊക്കെയാണ് ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുന്നത്. പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ പാപം ചെയ്യാനുള്ള പല അവസരങ്ങളും വന്നിട്ടും അവന് അവസരം ഉണ്ടായിട്ടും അവൻ ചെയ്തില്ല. അവൻ ആ ടെംപ്റ്റേഷനിലെല്ലാം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. അവസാനം അവനെ അതിൽ കൂടി അവനെക്കുറിച്ച് തെറ്റായിട്ടുള്ള സാക്ഷ്യം പറഞ്ഞ് അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി നോക്കണം. ആദ്യം പൊട്ടക്കുഴി,
പിന്നെ അടിമ, പിന്നെ കാരാഗ്രഹം, ദൈവത്തിൻ്റെ ഓരോ പദ്ധതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവൻ അവിടെയും പണ്ട് ചെയ്ത പോലെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ അവനിലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വലിയ കരുണ അവനിലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ കൂടി അവൻ കടന്നുപോയായിരുന്നു. ചില ട്രയൽസും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം കാണാതെയോ അറിയാതെയോ അല്ല അത്. ദൈവത്തിനെ, പ്രത്യേകിച്ചും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോഴേ ദൈവത്തിനൊരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. അതിൽ കൂടിയ ദൈവം വലിയൊരു മഹത്വം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് നമ്മൾ മറന്നുപോകും. അങ്ങനെ അവസാനം യോസഫ്, ഞാൻ ചുരുക്കി പറയട്ടെ, യോസഫ് അവസാനം സ്വപ്നം വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നു ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞ് ഹി വാസ് സെക്കൻഡ് ടു ഫറവോ. അവനത്തെ പ്രൈം മിനിസ്റ്ററാക്കി അവനെ മാറ്റിയതായിട്ട് നമ്മൾ കാണുന്നു. 17-ാം വയസ്സിൽ അവന് കഷ്ടത ആരംഭിച്ചെങ്കിൽ അത് കഴിഞ്ഞ് ഏകദേശം 13 വർഷത്തോളം 30-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഫറവോൻ്റെ പ്രൈം മിനിസ്റ്ററായി തീരുന്നതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നീതിയോട് ജീവിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവർ ഇച്ഛിക്കുന്നതനുസരിച്ച് യഥാവിധം നടക്കണമെന്നില്ല. എന്നാൽ ദൈവം അവരെ ഓർക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അവരേതെങ്കിലും രീതിയിലുണ്ട് അവരുടെ നിന്ന മാറ്റും എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമതൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ സക്കറിയാവുമായിട്ട് ദൈവം ഇടപെടുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോഴാണ്. ഗോഡ്സ് പ്രസൻസ് ഈസ് എക്സ്പീരിയൻസ്ഡ് വെൻ യു ആർ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായി ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞാണ് നമ്മുടെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നമ്മൾ കൊടുക്കുന്നുവെന്നും അതുപോലെ ഹൗ വി വിൽ സ്പെൻഡ് അവർ ക്വയറ്റ് ടൈം, നമ്മൾ ഏത് രീതിയിൽ ക്വയറ്റ് ടൈം എടുക്കുന്ന കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു. ആദ്യം തൊട്ടേ ദൈവം മനുഷ്യനുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ മുതലേ അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ട് സന്തത സഹചാരിയായി ഇരുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ മനുഷ്യൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോഴേ ദൈവം അവനെ പുറത്താക്കി. എന്നാലും അവൻ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുമായിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സമാപന കൂടാരത്തിൽ ഇസ്രായേലൈറ്റ്സുമായിട്ട് ദൈവം സംസാരിക്കുന്നത് നമുക്കറിയാം, പഴയ നിയമത്തിലറിയാം. അത് മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മുടെ ആലയമായി തീർന്ന പരിശുദ്ധാത്മാവിൻ്റെ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുന്നു. അപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്ന ഒരനുഭവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യണം എങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോഴാണ്. ഇവിടെ സക്കറിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, പഴയ നിയമത്ത് കാലത്തിൻ്റെ ഒരു പശ്ചാത്തലമാണല്ലോ ഇപ്പോഴും ഉള്ളത്. അവിടെ സക്കറിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടാനായിട്ട് ദേവാലയത്തിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദേവാലയത്തിൽ മാത്രമേ ദൈവമുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഭരിക്കരുത്. നമ്മൾ പോകുന്ന വഴിയിലും നമ്മൾ ഇരിക്കുന്നിടത്തും എല്ലാം ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പൗലോസിൻ്റെ ജീവിതത്തിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ, ബർന്നബാസിൻ്റെ ജീവിതത്തിൽ അവരൊക്കെ മിഷണറീസ് ആയിരുന്നു. ആദ്യത്തെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി കടന്നുപോയ ആൾക്കാരാണ്. അവരെന്താ ചെയ്ത്? അവർ ചെന്നിടത്തൊക്കെ പള്ളി സ്ഥാപിക്കുകയല്ല ചെയ്തത്. പ്രത്യേകിച്ച് ഈ തരണത്തിൽ ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ പള്ളി സ്ഥാപിക്കുകയല്ല ചെയ്തത്. ഇൻഫാക്റ്റ് ദേ ഹെൽഡ് ദ ചർച്ച് ഇൻ ദ സിറ്റി. അവർ മാർക്കറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ സിറ്റിയിലായിരുന്നു അവർ ചർച്ച് നടത്തിയത്. അതായത് ജനങ്ങൾ കൂടുന്ന സ്ഥലത്തായിരുന്നു അവിടെ ചർച്ച്. യൂറോപ്പിലെ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് തന്നെ ലിഡിയയുടെ വീട്ടിലായിരുന്നു. ലിഡിയ രക്താംബരം വിൽക്കുന്ന ക്ലോത്ത്, ഹൈലി ആയിട്ടുള്ള എക്സ്പെൻസീവായിട്ടുള്ള ക്ലോത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ട്രേഡർ, ഒരു മർച്ചൻ്റായിരുന്നു. അവിടെ വീട്ടിലായിരുന്നു സഭ കൂടിയത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആർ വി എക്സ്പീരിയൻസ് ഗോഡ്സ് പ്രസൻസ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. മോശയുടെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു, ജോഷുവയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, അതുണ്ടായിരുന്നു. ദൈവം നമ്മളോട് കൂടെ എപ്പോഴും നടക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമത് ഇവിടെ കാണുന്നത്, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവനെ സംശയിക്കരുത്. ഇവിടെ ഇതൊക്കെ പറഞ്ഞ് ഡിക്ലറേഷൻ എല്ലാം പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞത്,
ആ ഒരു സ്പിരിറ്റിൽ എടുത്തില്ല. സക്കറിയാവിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ തിങ്ക് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഇന്നബിലിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രായമായതിനെക്കുറിച്ചും മെഡിക്കൽ സയൻസ് പറയുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകളാണ് അവനിൽ വന്നത്. അവന് ദൈവം പറഞ്ഞ കാര്യം ഡൗട്ട് ചെയ്തു. ഇതേ കാര്യമാണ് ഹവ്വായും ചെയ്തത്. ആദ്യം ഈ ഫലത്തിൻ്റെ ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതേ എന്ന് പറഞ്ഞപ്പോൾ അത് ഡൗട്ട് ചെയ്യാണ്. ഡൗട്ട് ചെയ്തിട്ട് ദൈവം സാക്ഷാൽ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സാത്താൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനുള്ള ഒരു കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ വചനത്തെ ഡൗട്ട് ചെയ്തു. അവിടെയാണ് പാപം ഉള്ളിൽ കയറിയത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ അൺബിലീഫ് വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? സക്കറിയാവ് ഇവിടെ പറഞ്ഞു, നീ ഇനി ഇത് സംഭവിക്കും വരെ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായതാണ് 99-ാമത്തെ വയസ്സിൽ. മെഡിക്കൽ സയൻസ് പറയുന്നു 99-ാമത്തെ വയസ്സിലൊക്കെ പ്രസവിക്കാനായിട്ടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ടും അസാധ്യമാണ് എന്നുള്ള കാര്യം മെഡിക്കൽ സയൻസ് പറയുമ്പോഴേ അബ്രഹാമിന് അറിയാമായിരുന്നു അത്. എന്നാൽ അബ്രഹാം അത് വിശ്വസിച്ചു. 99-ാമത്തെ വയസ്സിൽ വന്ന ഡിക്ലറേഷൻ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസാക്ക് ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇതേപോലെ തന്നെ പ്രായമായിട്ടുള്ള സക്കറിയാവിനോട് പറഞ്ഞു. സക്കറിയാവിന് അറിയാം, അബ്രഹാമിൻ്റെ കഥയൊക്കെ സക്കറിയാവിന് അറിയാം, പഴയ നിയമമൊക്കെ അറിയാവുന്നതാണ്, കാരണം പുരോഹിതനാണ്, അതിതെല്ലാം അറിയാവുന്നതാണ്. എന്നിട്ട് സക്കറിയാവ് എന്താണത് വിശ്വസിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും അടയാളങ്ങൾ ചോദിക്കുകയാണ്. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിപ്പാനും ഈ സ്വതർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ഇതൊന്നും പറഞ്ഞിട്ട് വിശ്വസിക്കാതെ അടയാളം ചോദിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ എന്താണ് കാരണം? ഒരു അൺബിലീഫ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അൺബിലീഫ് വന്നുകൊണ്ട് അവൻ ഊമനായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും ഇന്ന് ഇതുപോലെയാണ്. പല കാര്യങ്ങളും ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ അൺബിലീഫിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല. നമ്മളിന്നും മിണ്ടുന്നില്ല. വി ആർ ഡംപ്. എന്താ കാര്യം? ദൈവം വലിയൊരു സ്വതർത്തമാനം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിന് മുഴുവൻ രക്ഷ. ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ പാപം മോചിക്കപ്പെടുന്നു. ഇതെല്ലാം ദൈവം നമ്മളോട് കൽപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ വി ആർ ഡംപ്. നമ്മൾ മിണ്ടത്തില്ല, ഒന്നും മിണ്ടത്തില്ല, ആരോടും മിണ്ടത്തില്ല. നീ ഇത്രയും സ്നേഹവും സന്തോഷവും നിന്റെ ജീവിതത്തിലെ രക്ഷയും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒരു ലോട്ടറി അടിച്ചാൽ പോയി പറയും, 10 പേരോട് പറയും, എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ പറയും. അതിലും വലിയൊരു മഹാസന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സന്തോഷം? യേശു നിന്റെ രക്ഷകനാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ എത്ര പ്രയാസമുള്ള സിറ്റുവേഷൻ ആയാലും ഏതൊക്കെ സാഹചര്യങ്ങളായാലും ദൈവം നമ്മളെ ഓർക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. എൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചു. ഈ അനൗൺസ്മെൻറ്റ് ഓഫ് ടു സക്കറിയാവിനോടുള്ള അരുളപ്പാടിനെ കുറിച്ചാണ് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞത്. എന്താണിത് പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രിപ്പയറിങ് ഫോർ ദ മെസ്സായാസ് കമ്മിങ് ടു ദ വേൾഡ്. ഈ ലോകത്തിലേക്ക് മെസ്സായ വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. യോഹന്നാൻ മെസ്സായ്ക്ക് വേണ്ടി വഴി ഒരുക്കുവാനായിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്ത ഒരാളാണ്. അത് സക്കറിയാവിൻ്റെ ജീവിതത്തിൽ കൂടി വരേണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രധാനമായിട്ട് ഞാൻ 3 പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവർക്കും എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടം പോലെ നടക്കണം എന്നില്ല. അവരുടെ ഇഷ്ടം പോലെ നടക്കണമെന്നില്ല. ദൈവത്തിനൊരു സമയവും ടൈമും ഉണ്ട്. എന്നാൽ ദൈവം ഉത്കൃഷ്ടമായ കാര്യങ്ങളെ ചെയ്യും. അത് ഇവിടെ സക്കറിയാവുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ ചെയ്തു എന്ന് കാണുന്നു. പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരം കൊടുത്തു. അവളുടെ ബാരൻനെസ് മാറ്റി. അവൾ മച്ചി എന്ന് പറഞ്ഞ ആളുകൾ അവളെ നിന്ദിച്ചത് ഇന്ന് അവളെ മാറ്റി എന്ന് കാണുന്നു. രണ്ടാമതായി ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം വലിയ വെളിപ്പാടുകൾ നമുക്ക് തരുന്നത്. When we experience God's presence in our life, God will give great revelations. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. പണ്ട് നമ്മൾ പഠിച്ചാണ്, ക്വയറ്റ് ടൈമിനെ കുറിച്ചൊക്കെ പഠിച്ചാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ? ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോഴേ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ ലോജിക്കായിട്ട് ചിന്തിക്കുന്നതിലും
അത്യുന്നതമായ അത്ഭുതങ്ങൾ ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്, ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ദൈവത്തെ ലിമിറ്റ് ചെയ്യുകയും ഡൗട്ട് ചെയ്യുകയും ചെയ്താൽ നമ്മൾ മിണ്ടാതെ പോകും എന്നുള്ളതാണ്. ഇത് ഒരു വലിയ അനൗൺസ്മെൻ്റായിട്ട് സക്കരിയാന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കൊടുക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ അനേകം അനൗൺസ്മെൻറ്റ്സ് ഉയരത്തിൽ നിന്ന് ദൈവവചനപ്രകാരം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ അനൗൺസ്മെൻറ്റ് കിട്ടുമ്പോഴേ, ഈ റെവലേഷൻസ് നമുക്ക് കിട്ടുമ്പോഴേ ദൈവവചനത്താൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുകയും കർത്താവെ എന്നിൽ കൂടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതിനകത്ത് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇത് അതിനകത്തുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നൊരു ടീമുണ്ട്. അവരിതിനു വേണ്ടി പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ അയച്ചു തന്നു. ആ പ്രയർ റിക്വസ്റ്റിനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതും ചില ആളുകൾക്ക് വലിയ ഡെലിവറൻസ് വന്നത് അറിയിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ തീർച്ചയായും ഇത് നിങ്ങൾ കാണുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവം അതിൽ വലിയ വിടുതൽ തരും. ചില ഇൻകമ്മിങ് ആയിട്ടുള്ള ഉള്ളിൽ വരുന്ന ചില പ്രയർ റിക്വസ്റ്റുകൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടേതായിരിക്കും. നിങ്ങൾ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമായ കർത്താവെ, ഇന്ന് ഈ വചനം കേട്ടവരെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവരുടെ ജീവിതങ്ങളിലെ ഇന്ന് കർത്താവെ ഒരു അടയാളം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഒരു അടയാളം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ, ബാരനായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞിട്ട് അനേകം വർഷങ്ങളായിട്ട് കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ ഇത് കാണുന്നുണ്ട്. ദൈവമേ, അവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്കൊന്നും അസാധ്യമായിട്ടില്ല. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവെ അവരുടെ ഗർഭപാത്രത്തെ നീ തുറക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ അതിൻ്റെ എല്ലാ ഡിഫക്റ്റും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷനായാലും സ്ത്രീയായാലും ആ ഡിഫക്റ്റ് മാറിപ്പോയി അവർക്ക് വേണ്ടതായ ഉയരത്തിൽ നിന്ന് വലിയ ദാനങ്ങളെ കൊടുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം പ്രത്യേകിച്ച് കാണിച്ചു തരുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ നീ കൊടുക്കും. മെഡിക്കൽ സയൻസ് പറയുന്നതിനൊക്കെ ഉപരിയായിട്ടുള്ള വലിയ നന്മകൾ അവരുടെ മേൽ വർഷിക്കും. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കവർ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.